നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. വിവിധ നൂറ്റാണ്ടുകളിലായിട്ട് പൂർണ്ണതയിലെത്തിയ ആളുകളെ നമുക്ക് കാണാം. സ്വാമി വിവേകാനന്ദൻ, ശ്രീരാമകൃഷ്ണദേവൻ, ഇങ്ങനെ ധാരാളം പേരുണ്ട്. അവർ പൂർണ്ണതയിലെത്തി. അവരുടെ ഉള്ളിൽ ഒരിക്കലും രജസോ തമസോ ആധിപത്യം ചെലുത്താൻ വളരില്ല. കാരണം രജസും തമസും പൂർണ്ണമായി അവരിൽ നിഷ്കാസിതമായി കഴിഞ്ഞിരിക്കുന്നു. അവരെല്ലാം സിദ്ധപുരുഷന്മാരാണ്. ബാക്കിയുള്ളവരെല്ലാം സാധകരാണ്, പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ആ മുകളിലേക്കുള്ളതായ കയറിപ്പോകുന്ന പടിക്കെട്ടിൽ പലയിടങ്ങളിൽ നിൽക്കുന്നവരാണ്. ഏത് പടിയിൽ നിൽക്കുന്നോ അതനുസരിച്ചുള്ളതായ ഗുണങ്ങളുടെ വ്യത്യസ്ത അളവുകളിലുള്ളതായ കൂടിക്കലരലുകൾ അവരുടെ ഉള്ളിലുണ്ട്. ജാഗ്രതയോടെ പ്രയത്നിച്ചാൽ മാത്രമേ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാതെ മുകളിലേക്ക് പോകാൻ പറ്റൂ. ജാഗ്രത കുറഞ്ഞാൽ താഴേക്ക് വരും. ജാഗ്രത ഏറെ ഉണ്ടായാൽ മുകളിലേക്ക് പോകാൻ പറ്റും. അതുകൊണ്ടാണ് പലപ്പോഴും പല ഋഷിമാരും കോപിക്കുന്നതായിട്ടും ശപിക്കുന്നതായിട്ടും ഒക്കെ നമ്മൾ ഇതിഹാസ പുരാണങ്ങളിൽ കാണും. കാരണം ഉള്ളിലുള്ള ഇത്തരം രജതമ പ്രവൃത്തികൾ അത് വളരുന്നത് കൊണ്ട് പൂർണ്ണതയിലെത്തുന്നത് വരെ ഈ അവസ്ഥയെ നാം വളരെ ശ്രദ്ധിക്കണം. അതാണ് അകൃതവർണൻ്റെ മുന്നിൽ ഈ ഒരു അവസ്ഥ വന്നപ്പോൾ പൂർണ്ണതയിലെത്തിയിട്ടില്ലാത്ത അകൃതവർണൻ്റെ ഉള്ളിൽ കിടന്ന ബാല്യത്തിലേ ഉണ്ടായ ഭീഷ്മനോടുള്ളതായ ആ അസൂയ അത് സ്വാഭാവികമാണ്. തന്നെക്കാളും കേമനായിട്ട് ഭീഷ്മൻ ഈ മണ്ഡലത്തിൽ ബാല്യത്തിലെ ശോഭിക്കുന്നു എന്ന് കാണുമ്പോഴേക്കും മനുഷ്യരിൽ വരാം. അത് രജസ്സിൻ്റെ പ്രത്യേകതയാണ്. അതിനെ ദൂരീകരിക്കണം. പക്ഷേ അകൃതവർണനിൽ അത് പൂർണ്ണമായും മാറിക്കഴിഞ്ഞിട്ടില്ല. കാരണം പരമാത്മ സാക്ഷാത്കാരത്തോട് അടുത്ത് ചെല്ലുന്നേ ഉള്ളൂ. അത് നേടിക്കഴിഞ്ഞിട്ടില്ല. സിദ്ധപുരുഷനായി കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം സാധകനാണ്. സാധകൻ എന്നുള്ള മണ്ഡലത്തിൽ അദ്ദേഹം വളരെ ഉയരങ്ങളിൽ എത്തിയ ആളാണ്. പക്ഷേ സാധകൻ മാത്രമാണ് അപ്പോഴും. അപ്പോൾ ഉള്ളിൽ കിടന്ന ഈ അസൂയയുടെ രജോ ഗുണത്തിൻ്റെ സ്വഭാവമാണ്. അത് അവസരം കൊടുത്തു ഈ അസൂയയ്ക്ക്. ആ അസൂയയുടെ വളർച്ച ക്രമേണ സംഭവിച്ചു. ആ അസൂയയ്ക്ക് പ്രവർത്തിക്കാനുള്ളതായ ഒരു അവസരം കിട്ടി. ആ അസൂയ വളർന്നു. ആ അസൂയ ജ്വലിച്ചു. അതുകൊണ്ടാണ് മുന്നും പിന്നും നോക്കാതെ അകൃതവർണൻ അപ്പോൾ ഇങ്ങനെ ഇതിൽ കുറ്റക്കാരൻ ഭീഷ്മൻ മാത്രമാണ്. ഭീഷ്മനെ കൊല്ലിക്കണം. അത് പരശുരാമൻ ചെയ്തു തരും. നീ പരശുരാമനോട് അത് ആവശ്യപ്പെട്ടാൽ മതി. അമ്പ അതുമാത്രമാണ് ആവശ്യപ്പെട്ടത്. കൊല്ലുക എന്നുള്ളത് ഒഴികെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ പരശുരാമൻ പറഞ്ഞിട്ടും ഇല്ല, അങ്ങയുടെ വാക്ക് പാലിക്കണം, അങ്ങ് ഭീഷ്മനെ കൊല്ലണം എന്ന നിർബന്ധ ബുദ്ധി അമ്പ കാണിച്ചത്. ആ അവസ്ഥയിൽ ഈ അകൃതവർണൻ അമ്പയെ എത്തിക്കാനുള്ള കാരണം അകൃതവർണൻ്റെ ഉള്ളിലെ അപൂർണതയാണ്. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അകൃതവർണൻ്റെ ഉള്ളിൽ ഈ അസൂയ അപ്പോൾ വളർന്നപ്പോൾ അതുവരെ കൈവരിച്ച ആ ഔന്നത്യം അകൃതവർണന് കുറഞ്ഞു. നമ്മുടെ ബാങ്ക് ബാലൻസ് കുറയുന്നത് തന്നെ അതിൻ്റെ ദൃഷ്ടാന്തം. ബാങ്കിൽ നമ്മൾ വലിയ തുക ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സമ്പാദ്യമാണ്. പക്ഷേ കൂടെ അതിൽ നിന്നിട്ട് പിൻവലിച്ചുകൊണ്ടിരുന്നാലോ അത് കുറഞ്ഞു പോരും. അങ്ങനെ തപസ്സുകൊണ്ട് അകൃതവർണൻ നേടിയെടുത്തതായ ആ സാത്വിക ഗുണത്തിൻ്റെ ഔന്നത്യം അത്
അകൃതവർണന് അവിടെ നഷ്ടപ്പെടുന്നു, കുറയുന്നു. എത്രത്തോളം ഭീഷ്മനോടുള്ള അസൂയ ജ്വലിച്ചുവോ അത്രത്തോളം അത് കുറയുന്നു. വീണ്ടും പഴയ ആ ഒരു ഔന്നത്യത്തിലേക്ക് എത്താൻ അകൃതവർണൻ ജോലി ചെയ്താലേ പറ്റൂ. അങ്ങനെ സ്വയമാണ് അകൃതവർണന് തന്നെ വിപത്തുണ്ടാക്കി വയ്ക്കുന്നത്. ദോഷം ഭീഷ്മനല്ല വരുന്നത്. വേറൊരാളോട് കോപിച്ചാൽ, വേറൊരാളെ അപായപ്പെടുത്താൻ ശ്രമിച്ചാൽ ദോഷം അയാൾക്കല്ല വരുന്നത്. ഇങ്ങനെ തെറ്റു പ്രവർത്തിക്കുന്ന ആളിനാണ്. തെറ്റു പ്രവർത്തിക്കുന്ന ആളിൻ്റെ ഉള്ളിൽ ചങ്ങല മുറുകുന്നു. അങ്ങനെ അധ്യാത്മവികാസത്തിൻ്റെ മണ്ഡലത്തിൽ ഏവരും സാധകന്മാരാണ്. സിദ്ധപുരുഷന്മാരായ വിരലിലെണ്ണാവുന്ന ആളുകൾ ഒഴിച്ച് ഏവർക്കും സിദ്ധപുരുഷനായി തീരാം. പക്ഷേ അതിനു വേണ്ടിയിട്ട് വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ച് അവിടെ രജസോ തമസോ വളരുന്നുണ്ടോ, അഥവാ ഈ ആസുരീ ബുദ്ധി വളരുന്നുണ്ടോ എന്ന് നോക്കി കണ്ടുപിടിച്ച് അതിനെ അതത് സമയത്ത് തന്നെ വളരാൻ അനുവദിക്കാതെ ദൂരീകരിക്കണം. വയലിൽ നട്ടുകഴിഞ്ഞാൽ നാം എല്ലാ ദിവസവും അതിനെ പരിചരിക്കണം. കള വളർന്നു വരും. കള വളർന്നു വരുമ്പോൾ ഉടനുടൻ അതിനെ നമ്മൾ നീക്കം ചെയ്യണം. ഇല്ലെങ്കിൽ നെല്ല് പരിപൂർണമായിട്ടും കളയിൽ മുങ്ങിപ്പോകും. പിന്നെ ആ കൃഷി ചെയ്തതുകൊണ്ട് പ്രയോജനമുണ്ടാവില്ല. കള വളരാൻ തുടങ്ങുമ്പോഴേക്കും കള മുഴുവൻ മാറ്റണം. എന്നിട്ട് നെല്ലിന് വളം ചെയ്തു കൊടുക്കണം. ഇത് തന്നെയാണ് ഉള്ളിൽ ആസുരീ ഭാവനകൾ വളരാൻ തുടങ്ങിയാൽ അങ്ങനെയൊക്കെ സംഭവിക്കും ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിൽ. ഉടനെ തന്നെ ആ ആസുരീ ഭാവനയെ, അത് കളയാണ്, അതിനെ നുള്ളിയെടുത്ത് കളഞ്ഞിട്ട് തപസ്സുകൊണ്ട് ഈ ദൈവീഭാവനയെ വർദ്ധിപ്പിക്കണം. ദൈവീഭാവനയെ വർദ്ധിപ്പിക്കാനുള്ള വളമാണ് തപസ്. ആ തപസ്സുകൊണ്ട് ദൈവീബുദ്ധിയെ വളർത്തണം. ഇത് ഈ വലിയ മനഃശാസ്ത്രം, ഭാരതീയ മനഃശാസ്ത്രമാണിത്. ഈ വലുതായ മനഃശാസ്ത്രം ഈ കഥയ്ക്കകത്ത് വ്യാസഭഗവാൻ ഭംഗിയായി കാണിച്ചു തന്നിരിക്കുന്നു. അകൃതവർണന് പറ്റിയ പതനം അത് എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു, അതുകൊണ്ട് അകൃതവർണന് എന്ത് നഷ്ടമുണ്ടായി, എന്നാൽ ഭീഷ്മന് നഷ്ടവും ഉണ്ടായില്ല എന്ന് വ്യാസൻ ഭംഗിയായി കാണിച്ചു തരും. ഭാരതീയ വേദാന്തത്തിൻ്റെ അതിസൂക്ഷ്മമായ മണ്ഡലങ്ങൾ ഈ കഥകളിലൂടെ സമർത്ഥമായിട്ട് അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നതാണ്. ഈ കഥകൾ നാം നേരിട്ട് പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം. ഗീത നേരെ മനസ്സിലാകണമെങ്കിൽ മഹാഭാരതം നന്നായി പഠിച്ചാലേ പറ്റൂ. ഇല്ലെങ്കിൽ ഗീതയിലെ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും ഒക്കെ നമുക്ക് പഠിക്കാം. നല്ല നല്ല വ്യാഖ്യാനങ്ങളുണ്ട്. സംസ്കൃതത്തിൽ ശങ്കരാചാര്യസ്വാമികളെ പോലുള്ള ആളുകളുടെ വ്യാഖ്യാനങ്ങൾ, മലയാളത്തിലാണെങ്കിൽ ജി ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ വ്യാഖ്യാനമുണ്ട്, KM-ൻ്റെ വ്യാഖ്യാനമുണ്ട്, ചിന്മയാനന്ദ സ്വാമിയുടെ വ്യാഖ്യാനം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മെ സഹായിക്കും ഗീതയുടെ അർത്ഥത്തെ മനസ്സിലാക്കാൻ. പക്ഷേ അതിൻ്റെ അത്യന്ത സൂക്ഷ്മമായ അർത്ഥമണ്ഡലം അറിയണമെങ്കിൽ അത് ഈ മഹാഭാരത കഥയിൽ കൂടി നാം ഉൾക്കൊള്ളാൻ ശ്രമിച്ചാലേ പറ്റൂ. അതാണ് ഗീത ഉൾക്കൊള്ളാൻ മഹാഭാരതം അറിഞ്ഞേ പറ്റൂ. അതിനു വേണ്ടിയിട്ടാണ് വ്യാസൻ അത് എഴുതിയത്. അങ്ങനെ ഇന്നലത്തെ ആ ക്ലാസ്സിനെ തുടർന്നുണ്ടായ ആ ചോദ്യത്തിന് മറുപടി ഇവിടെ പൂർണ്ണമായി കഴിഞ്ഞു. ഭീഷ്മൻ അമ്മയുടെ അനുവാദം വാങ്ങിക്കൊണ്ട്, അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് പടക്കളത്തിലേക്ക് പുറപ്പെടുകയാണ്. ഇവിടെയും എത്രയോ വലിയ വലിയ കാര്യങ്ങൾ വ്യാസൻ ഉൾക്കൊള്ളിച്ചു വച്ചിരിക്കുന്നു. ഭീഷ്മന് നേരെ പരശുരാമൻ്റെ കൂടെ അങ്ങ് കുരുക്ഷേത്രത്തിലേക്ക് പോയാൽ മതിയായിരുന്നു. അങ്ങനെയല്ല ഭീഷ്മൻ ചെയ്തത്. നേരെ കൊട്ടാരത്തിലേക്ക് പോയി അമ്മയെ കണ്ടു, അമ്മയെ നമസ്കരിച്ചു, അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു, താൻ എന്ത് ചെയ്യാനാണ് പുറപ്പെടുന്നത് എന്ന് പറഞ്ഞു. ആ അമ്മ അനുഗ്രഹിച്ചു. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വിജയം വരുന്നത്, മംഗളം വരുന്നത്, ധർമ്മം വളരുന്നത്, ദൈവീ ബുദ്ധി വളരുന്നത് അച്ഛനമ്മമാരുടെ അനുഗ്രഹം കൊണ്ടാണ്, ഗുരുജനങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ്. നമ്മൾ എത്ര മിടുക്കരായാലും
അമ്മയുടെ അനുഗ്രഹമില്ലെങ്കിൽ മുന്നേറാനാവില്ല, അച്ഛൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ മുന്നേറാനാവില്ല, ഗുരുവിൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ മുന്നേറാനാവില്ല. അത് വ്യാസഭഗവാൻ ഇവിടെ കാണിച്ചു തരികയാണ്. അമ്മയെ കണ്ടു, അമ്മയുടെ അനുഗ്രഹം വാങ്ങി. അനുഗ്രഹം ചോദിക്കുകയല്ല, അമ്മയെ നമസ്കരിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അമ്മ അനുഗ്രഹിച്ചു. ആ അമ്മയും നിൽക്കുന്നത് അതേപോലുള്ള ഔന്നത്യങ്ങളിലാണ്. ആ അനുഗ്രഹം ഭീഷ്മന് രക്ഷാകവചമായി, പരശുരാമനെതിരെ യുദ്ധം ചെയ്യുവാനുള്ള കരുത്തായി, സുരക്ഷിതത്വമായി ഭീഷ്മനെ സംരക്ഷിക്കുന്നു. അതാണ് ഏറ്റവും വലിയ സംരക്ഷണം. അങ്ങനെ അമ്മയുടെ അനുഗ്രഹവും കൈക്കൊണ്ട്, അതേപോലെ വേദമന്ത്രങ്ങൾ ജപിക്കുന്ന ആളുകളെ കൊണ്ട് സ്വസ്തി മന്ത്രങ്ങളെല്ലാം ജപിപ്പിച്ച് അതെല്ലാം ആ അമ്മ തന്നെയാണ് ചെയ്യിച്ചത്. എന്നിട്ട് തൻ്റെ രഥമൊരുക്കി, ആ രഥത്തിൽ വെളുത്ത കുതിരകളെ പൂട്ടിയിട്ടുണ്ട്. നല്ല വെണ്മയാർന്നതാണ് രഥം. വെളുത്ത വില്ലും വെളുത്ത പടച്ചട്ടയും ഒക്കെ ധരിച്ച് പടയ്ക്ക് തയ്യാറായി. ആയുധങ്ങളെല്ലാം രഥത്തിൽ സജ്ജീകരിച്ച് ഭീഷ്മൻ നേരെ കുരുക്ഷേത്രത്തിലേക്ക് ചെന്നു. പരശുരാമൻ്റെ മുന്നിൽ ചെന്നു. പരശുരാമൻ അപ്പോൾ അവിടെ വെറും നിലത്ത് നിൽക്കുകയാണ്. അദ്ദേഹം പടച്ചട്ട അണിഞ്ഞിട്ടില്ല. അങ്ങനെ അദ്ദേഹം വെറും നിലത്ത് നിൽക്കുകയാണ്. ആ അവസരത്തിൽ തമഹം സ്മയന്നിവരണേ പ്രത്യഭാഷം വ്യവസ്ഥിതം, അദ്ദേഹത്തോട് ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി വന്നു നിൽക്കുന്ന ആളാണല്ലോ, അതിനു വേണ്ടിയിട്ടാണല്ലോ തന്നെ ക്ഷണിച്ചിരിക്കുന്നതും. അതുകൊണ്ട് എതിരിടാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തോട് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭൂമിഷ്ടം നോത്സഹേ യോദ്ധം ഭവന്തം രഥമാസ്ഥിതഃ, ഞാൻ രഥത്തിൽ നിൽക്കുന്നവനാണ്. തേരേറി, തേരുകൾ പല ആവശ്യങ്ങൾക്കുള്ള വൈവിധ്യമാർന്ന തേരുകളുണ്ട്. ഇത് യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തേര്. അങ്ങനെയുള്ള തേരിൽ നിൽക്കുന്നവനാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ ഭൂമിയിൽ നിൽക്കുന്ന അങ്ങയോട് യുദ്ധം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങും എന്നെപ്പോലെ തന്നെ തേരിലേറണം, പടച്ചട്ട അണിയണം, ആയുധങ്ങളെല്ലാം എടുക്കണം, എന്നിട്ട് വേണം യുദ്ധം ചെയ്യാൻ. അങ്ങനെയുള്ള പരശുരാമനോടാണ് ഞാൻ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒഴുക്കോണം, ഭീഷ്മൻ ക്ഷത്രിയനാണ്. വിജയം തൻ്റെ കരുത്തുകൊണ്ട്, തൻ്റെ ധാർമ്മിക ബലം കൊണ്ട് നേടാനാണ് ഭീഷ്മൻ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ വിജയം മോഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഭൂമിയിൽ നിൽക്കുന്ന പരശുരാമനെ, പടച്ചട്ടയൊന്നും അണിഞ്ഞിട്ടില്ലാത്ത പരശുരാമനെ, വേണ്ടുന്ന ആയുധ സന്നാഹങ്ങളൊന്നും സ്വീകരിച്ചിട്ടില്ലാത്ത പരശുരാമനെ എളുപ്പത്തിൽ അങ്ങ് തോൽപ്പിച്ചിട്ട് തനിക്ക് ജയഭേരി അടിച്ച് മടങ്ങിപ്പോകാം എന്ന വിചാരം, അങ്ങനെ വിജയം മോഷ്ടിക്കുന്ന സ്വഭാവം അത് ഭാരതീയനില്ല. സത്യസന്ധമായിട്ട് മാത്രമാണ് സർവകാര്യങ്ങളും ചെയ്യുന്നതാണ് ധാർമ്മിക സ്വഭാവം. അതും നമുക്കിവിടെ ഈ നിർണായക മുഹൂർത്തത്തിൽ പോലും നേരിട്ട് കാണാം. അതുകൊണ്ട് ആരോഹസ്യന്തനം വീര കവചം ച മഹാഭുജ, മഹാബലശാലിയായിരിക്കുന്നല്ലയോ ഗുരുനാഥ, അങ്ങ് സ്യന്തനത്തിലേക്ക് യുദ്ധത്തിന് ഉപയോഗിക്കുന്നതായ തേരാണത്. അതിൻ്റെ പേരാണ് സ്യന്തനം. അങ്ങ് സ്യന്തനത്തിലേറുക, എന്നിട്ട് അങ്ങയുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതായ കവചം ധരിക്കുക. അതേപോലെ തന്നെ അങ്ങ് ആയുധങ്ങളെല്ലാം സന്നാഹിക്കുക. എന്നോടൊപ്പം യുദ്ധം ചെയ്യാനാണ് അങ്ങയുടെ ആഗ്രഹമെങ്കിൽ യതി യോദ്ധും മയേച്ഛസി, എന്നോട് യുദ്ധം ചെയ്യാൻ അങ്ങ് ആഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങ് ഇത് ഇത്രയും ചെയ്യണം. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങയോട് യുദ്ധം ചെയ്യാൻ തയ്യാറല്ല. ഭീഷ്മൻ പരശുരാമനോട് പറഞ്ഞു. അപ്പോഴേക്കും പരശുരാമൻ്റെ മറുപടി, തതോ മാം അബ്രവീതരാമ സ്മയമാനോ രണാജിരേ. അപ്പോൾ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പരശുരാമൻ എന്നോട് പറഞ്ഞു, അല്ലയോ ഭീഷ്മ, നീ ആവശ്യപ്പെട്ടതെല്ലാം എൻ്റെ കയ്യിലുണ്ട്.